ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കളിക്കാൻ പോകുന്നത് ഹിന്ദി ബൈക്ക് ഡ്രൈവിംഗ് തിരികെയാണ് ഗൈസ്. അപ്പം നമ്മൾ കുറേ നാളായില്ലേ ഗൈസ് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ് ഷെയറൊക്കെ ചെയ്തേക്കണം, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുളിച്ചിട്ടൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ടൊന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോവാം ഗൈസ്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ അതും കൂടിയൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുമ്പോൾ ഒരു സുഖം കിട്ടും ഗൈസ്. നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടിട്ടൊന്ന് ഇത് കണ്ടാൽ മതി ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കിനി എന്തായാലും അകത്തോട്ടൊക്കെ കയറിയിട്ട് നമ്മളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറാം ഗൈസ്. ഞാൻ നിങ്ങൾ തന്നു പറഞ്ഞില്ലായിരുന്നു, നമ്മൾ അവിടെയാണ് പുതിയ ഡ്രസ്സൊക്കെ മാറുന്ന സ്ഥലം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി നമ്മളാ വണ്ടി എടുത്തോണ്ട് നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ പോവാം ഗൈസ്. അപ്പം ഗൈസ്, നമ്മളെ ഫോണിൽ ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഹലോടാ. എടാ, പിന്നെ നമ്മളെ ഇവിടുത്തെ പോലീസുകാരന്മാര് ഞാൻ നടക്കാൻ പോയപ്പോഴത്തേക്കും നമ്മളെ എയർപോർട്ടിലോട്ട് പുതിയ ഗോൾഡൻ കാറൊക്കെ ഇറക്കുമതി ചെയ്തെന്ന് പറഞ്ഞ്. അപ്പം നീ ആ കാറ് കിട്ടുകയാണെങ്കിൽ നീ ജസ്റ്റ് നമ്മളെ പഴയ വീട്ടിലോട്ട് എന്തായാലും നീ ഒന്ന് പോയി നോക്ക്, നമുക്ക് സത്യമാണോന്ന് അറിയാല്ല. ഓക്കേടാ, എന്നാൽ ശരിയാടാ, ഞാനവിടെ നമ്മളെ ഗോൾഡൻ കാർ ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാടാ. ഓക്കെ ഗൈസ്, അവനങ്ങനെ അത് കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മളാ വണ്ടി എടുത്തോണ്ട് നമുക്കൊന്ന് എയർപോർട്ടിലോട്ട് വരെ ഒന്ന് പോയി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അവൻ പറഞ്ഞ് സത്യമാണെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ എയർപോർട്ട് നമ്മുടെ തൊട്ടടുത്താണ്. അപ്പം ഞാൻ ആ എയർപോർട്ടിൽ പോകുന്ന ഒരു ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ലൈക്ക് സബ് ഷെയറും ഒക്കെ ചെയ്യാമായിരുന്നു. അപ്പം നമ്മൾ ഈ എയർപോർട്ടിൽ എത്തും മുമ്പ് എല്ലാവരും ലൈക്ക് സബും ഒക്കെ ചെയ്തേക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് അല്ല എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. എയർപോർട്ടിൽ എത്തിയില്ല ഗൈസ്, ഇനിയാണ് നമ്മൾ എയർപോർട്ടിൽ എത്താൻ പോകുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് നമ്മൾ അന്വേഷണം തുടങ്ങണം ഗൈസ്. ഇവിടെ എവിടെയായിട്ടായിരിക്കും പറഞ്ഞേക്കുന്നത് നമ്മളാ ഗോൾഡൻ കാർ ഇരിക്കുന്നത്? നമുക്കിവിടെയൊക്കെ ജസ്റ്റ് എന്താ എനിക്കൊരു ഐഡിയ ഗൈസ്. നമുക്ക് ആ സ്റ്റെപ്പിൻ്റെ മണ്ടയിൽ കൂടെ കയറി ആ വീടിൻ്റെ മണ്ടയിൽ നിന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ ഗൈസ്. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും ഗൈസ്. ചിലപ്പോൾ അങ്ങനെ കാർ നമുക്ക് താഴെ നിന്ന് കാണാൻ പറ്റിയായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് അതാ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ജസ്റ്റ് നമുക്കൊന്ന് നടന്ന് മണ്ടയിൽ കയറിയിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് നിരീക്ഷിക്കാം ഗൈസ്, എവിടെയാണ് അവൻ കാറൊക്കെ വെച്ചേക്കുന്നതെന്ന്. ഓക്കെ ഗൈസ്, നമുക്കിനി നമ്മളിവിടെ പാർക്ക് ചെയ്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയിൽ കയറി ജസ്റ്റ് നോക്കാം ഗൈസ് നമുക്ക്. ഓക്കെ ഗൈസ്, ഇങ്ങനെ കയറുമ്പോൾ ഇനി എന്നെത്താനാണ്? ഓക്കെ ഗൈസ്, നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അവിടെ നിന്ന് കയറി എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഒന്ന് മണ്ടയിൽ നിന്നൊന്ന് നിരീക്ഷിച്ച് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അവിടെ ഇട്ട് നിങ്ങൾ കാണാവുന്നിരിക്കായിരുന്നൂടെ. അവിടെ ആയിട്ട് നമ്മൾ ഗോൾഡൻ കാറൊക്കെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് പോയി നോക്കാം ഗൈസ്. ഓ ഗൈസ്, അവൻ പറഞ്ഞ സത്യമല്ല. ഇനി ഈ വണ്ടി ഇങ്ങനെ പുറത്തോട്ട് ഇറക്കുമെന്നാണ് എനിക്കറിയാം. നമ്മളെ വീടിൻ്റെ തൊട്ട് സൈഡിലാണ് ഗൈസ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളിനി അവിടെ കാറും എടുത്തോണ്ട് നമ്മൾ പതുക്കെ വേണം ഇനി ആ പോലീസുകാരന്മാർ കാണാതെ വേണം നമ്മൾ അങ്ങോട്ട് ഇനി പോകാം ഗൈസ്. നമുക്കിവിടെ നിന്ന് കറങ്ങി നടന്ന് ബാക്കിൽ നിന്ന് പോയി എടുക്കാം ഗൈസ്. ഗൈസ്, നമുക്ക് അങ്ങനെ ആ സ്ഥലത്തായിട്ടാണ് ഞാൻ മണ്ടയിൽ നിന്ന് കണ്ടിട്ടുള്ളത്. നമ്മളാ ഗോൾഡൻ കാർ ഇതാ കിടക്കുന്നു ഗൈസ്. ഗോൾഡൻ കാറ് നമുക്ക് ഈ വണ്ടിയൊക്കെ നമുക്കിനി ഇവിടെ വെച്ചിട്ട് നമ്മളെ ഗോൾഡൻ കാറിൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകാം ഗൈസ്. പക്ഷേ പോലീസുകാർ കാണുന്നതാണ് ഗൈസ് ഏറ്റവും റിസ്ക് ഉള്ള പണി. നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് അവർ കാണാതെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പോകാൻ നോക്കാം ഗൈസ്. ഗൈസ്, നമുക്ക് കാറൊക്കെ പൊളിയാണ് ഗൈസ്, മൊത്തം ഗോൾഡാണ് ഗൈസ് ഇതിൽ. ഓക്കെ, അപ്പം നമുക്കിത് നേരെ എടുത്ത് നമ്മൾ പഴയ വീട്ടിലോട്ടാണ് നമ്മൾ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞേക്കുന്നത് ഗൈസ്. നമുക്ക് നേരെ കാറിലോട്ട് കയറാം ഗൈസ്. ഓക്കെ, നമ്മൾ ഇനി നേരെ പുറത്തോട്ട് ഇറക്കുന്നതാണ് ഗൈസ് ഏറ്റവും പാടുള്ള പണി. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മളെ പഴയ വീട്ടിലെ ഗ്യാരേജിലോട്ട് കൊണ്ടിടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു സീക്രട്ട് പ്ലേസിൽ ചെന്നിട്ട് അവനെ വിളിച്ചിട്ട് അവൻ്റെ വീട്ടിൽ നമ്മൾ പണ്ടത്തെ വീട്ടിലോട്ട് അവിടം വരെ ഒന്ന് വരാൻ പറയണം ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ എളുപ്പം പോലീസ് പിടിക്കുന്നതായിരിക്കും ഗൈസ്.
ഓക്കെ ഗൈസ്, നമ്മളിനി ഇവിടെ ഇറക്കുമ്പോഴാണ് ഗൈസ് ഏറ്റവും റിസ്ക് ഉള്ള പണി. ഓക്കെ ഗൈസ്, നമ്മളിതാ ഹൈവേയിലോട്ട് ഇറക്കി. ഗൈസ് ഒരു പ്രശ്നമില്ല ഗൈസ്, നമുക്ക് നേരെ ഇനി പോവാം ഗൈസ്. ഞാൻ വിചാരിച്ചില്ല സീനാവുമെന്ന്. ഗൈസ് ആ പോലീസ് ഇങ്ങനെ അവർ പറന്നെത്തിയ ഗൈസ്. ഓ ഗൈസ്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണം, നല്ല പേടിയാവുന്നു ഗൈസ്. ഓ ഗൈസ്, പോലീസുകാരന്മാരൊക്കെ അവിടെ നിന്നിട്ട് നമ്മളടുത്ത് ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് നിന്നാൽ അവർ വിളിക്കുന്ന അയ്യോ ഗൈസ്, നമ്മളെ സൂപ്പർ കാറും പോയിട്ടുണ്ട് ഗൈസ്. ഓ പോലീസുകാരന്മാർ നമ്മളെ വെടിവെച്ചോണ്ടിരിക്കുക ഗൈസ്. നമ്മളടുത്ത് അങ്ങോട്ട് പോയില്ലേ നമ്മളെ കൊല്ലുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. നമ്മൾ എന്തൊക്കെയാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഗൈസ് അവിടെ പോലീസുകാരന്മാരൊക്കെ നമ്മളടുത്ത് ഇറങ്ങാൻ പറയുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങിയിട്ട് പോലീസുകാരന്മാരെന്തിനാ നമ്മളെ ജയിലിൽ പിടിച്ചിടുമെന്നാണ് ഗൈസ് തോന്നുന്നത്. ഓ ഗൈസ്, ഗൈസ് നമ്മളത് ജയിലിലൊക്കെ പിടിച്ചിട്ട് ഗൈസ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തോടെ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്താൽ നമ്മൾ അടുത്ത് ഇവിടെ നിന്ന് ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ആണെന്നില്ല ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം. പാർട്ട് 2 വെയിറ്റ് ചെയ്യുക ഗൈസ്.